ഹായ്, വെൽക്കം ബാക്ക് ടു വാഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഹലോ ഗൈസ്, എല്ലാവർക്കും വാഷി രാജേഷ് കപ്പിൾ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അതും ഒരു സോളോ റൈഡുമാണ്. വേറെ എവിടെയല്ല, ട്രിവാൻഡ്രം ടു സുന്ദരപാണ്ഡ്യപുരം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുന്ദരപാണ്ഡ്യപുരം എവിടെയാണെന്നുള്ളത്. നമ്മളെ സൂര്യകാന്തിയുടെ ഒരു പ്ലേസാണ്. യാത്ര തുടങ്ങി തെന്മല എത്തുന്നതിന് മുന്നേ തന്നെ നല്ല വിശപ്പായിരുന്നു. പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല, ഒരു നാടൻ ഊണും അങ്ങോട്ടേക്ക് പോയി ഒന്ന് തട്ടി വിട്ടു. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ തെന്മലയാണ്. തെന്മലയിലെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മളെ എക്കോ ടൂറിസം. ആക്ച്വലി ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് തിരിച്ചിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് വൈകിപ്പോയി. ആക്ച്വലി ട്രിവാൻഡ്രം ടു സുന്ദരപാണ്ഡ്യപുരം ഒരു 110 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, എനിവേ എന്തായാലും ഞാനൊന്ന് തിരിച്ചു. ട്രിവാൻഡ്രം വയ നെടുമങ്ങാട്, പാലോട്, തെന്മല അതുവഴിയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തെന്മല ഫോറസ്റ്റ് ഹൈ റേഞ്ചിലാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ കൂടിയേ ഉള്ളൂ നമുക്ക് തെങ്കാശി എത്തി. അതുവഴിയാണ്. അപ്പോൾ എന്തായാലും കാഴ്ചകളെല്ലാം നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറെ പ്ലാനൊന്നുമില്ല. തെന്മല എല്ലാം ഓൾറെഡി ഞാൻ കണ്ടതാണ് പ്ലേസൊക്കെ. ഇപ്പം തെന്മല വഴി പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ റോയൽ എൻഫീൽഡിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ മഴയൊന്നുമില്ല. കുഴപ്പമില്ല. എനിവേ നല്ലൊരു ക്ലൈമറ്റാണ്. ഈ കാണുന്ന സ്പോട്ട് തെന്മല വന്നവർക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമ്മളെ കൊല്ലം പുനലൂര് തെങ്കാശിയിലേക്ക് പോകുന്ന ട്രെയിൻ പാലമാണ്. പിന്നെ ഞാൻ അവിടെ തെന്മല എത്തിയപ്പോൾ ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ടേക്ക് ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. ഒരു 5 മിനിറ്റ്സ് അങ്ങനെ ബ്രേക്ക് എടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് വീണ്ടും എൻ്റെ യാത്ര അങ്ങോട്ടേക്ക് തെങ്കാശി സുന്ദരപാണ്ഡ്യപുരത്തിലേക്ക് ഞാൻ തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഫൈനലി സുന്ദരപാണ്ഡ്യപുരം ബോർഡ് കണ്ട് അവിടെ എത്തി. അവിടെ എത്തിയതിനു ശേഷം വീണ്ടും എനിക്കൊരു 9 കിലോമീറ്റർ മുന്നോട്ട് പോകാനുണ്ടായിരുന്നു. നമ്മളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ സൂര്യകാന്തി ആ ഒരു പൂന്തോട്ടത്തിലേക്ക്. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ സുന്ദരപാണ്ഡ്യപുരം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെണ്ട കൃഷിയിലാണ്. ഇവിടുത്തെ കർഷകരെ ഞാൻ എന്തായാലും സമ്മതിച്ചിരിക്കുന്നു. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമുക്ക് വേണ്ടി ഇവർ ഈ ഒരു അധ്വാനം ഇവിടെ നടക്കുന്നതെന്ന് കണ്ടോ നിങ്ങൾ. നമുക്ക് ആ ഒരു സ്പെഷ്യൽ സൂര്യകാന്തി പൂത്തോട്ടത്തിലേക്ക് പോകാം. വാ. അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഒന്നും പറയാനില്ല എനിക്ക്, വാക്കുകളൊന്നും. അമ്മാതിരി വന്നിട്ടുള്ള ഒരു സൺഫ്ലവറിൻ്റെ ഒരു സൂര്യകാന്തിയുടെ കൃഷിയാണ് അവിടെ ഞാൻ കണ്ടത്. ഞാൻ അവിടെ എത്തിച്ചേർന്നതിന് ശേഷമാണ് അറിഞ്ഞത് ഈ വർഷത്തെ വിളവെടുപ്പ് ഓൾമോസ്റ്റ് എല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സൂര്യകാന്തി തോട്ടമാണ് അവിടെ എനിക്ക് വേണ്ടിയെന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സൂര്യകാന്തി പൂന്തോട്ടം
കൃഷിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ തക്കാളി കൃഷിയും പിന്നെ വന്നിട്ട് മുളകിൻ്റെയും സവാള കൃഷിയും അങ്ങനെ പല വിധത്തിലുള്ള പച്ചക്കറി കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു. തക്കാളിയൊക്കെ കഴിച്ചു നോക്കിയപ്പോൾ ഒന്നും പറയാല്ല, അമ്മാതിരിയുള്ള ടേസ്റ്റുകളാണ് അവിടുത്തെ തക്കാളികൾ. ഹായ്, നമ്മളെ സുന്ദരപാണ്ഡ്യപുരം എത്തിയപ്പോൾ നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ടാണോ വരുന്നത്? ഫസ്റ്റ് ടൈമാണ് എന്നുള്ളതല്ലേ? എങ്ങനെയുണ്ട്? അതെ, ബാക്കിയുള്ള സൂര്യകാന്തി പൂ മാത്രം കാണാൻ വേണ്ടി പത്തനംതിട്ടയിൽ നിന്ന് ബൈക്കിൽ എന്നെ പോലെ സോളോ റൈഡായിട്ട് വന്ന് എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷം. അങ്ങനെ ആ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തു അവിടെ നിന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് തിരിക്കാൻ തന്നെ മനസ്സ് വന്നിട്ടില്ല ആക്ച്വലി. പക്ഷേ ഞാൻ എത്തിയത് തന്നെ ഒരു 4 മണിക്കാണ്. ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 5 മണിയായപ്പോൾ, ഒരു 5-5:15 അടുപ്പിച്ചൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ഞാൻ പിന്നെ അവിടുത്തെ കർഷകർ വന്നിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ അവിടെ വിളവെടുപ്പ് കഴിഞ്ഞ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഞാൻ തക്കാളിയും അങ്ങനത്തെ സവാളയും ഒക്കെ കുറച്ച് മേടിച്ചായിരുന്നു. അതൊക്കെ കണ്ട് വീണ്ടും ഞാൻ ട്രിവാൻഡ്രത്തിലേക്ക് അവിടെ നിന്ന് മടങ്ങിയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ടുവേർഡ്സ് ട്രിവാൻഡ്രം വഴിയിൽ തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഇത് കണ്ടായിരുന്നു കട. അവിടെ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സബർ ജില്ലി അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ വീട്ടിലത്തേക്ക് മേടിച്ചിട്ട് അങ്ങനെ ട്രിവാൻഡ്രം വന്ന് എത്തി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആശി രാജേഷ് കപ്പിൾ വ്ളോഗ്സിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.